Let's start the portion. Newton's divided difference interpolation formula. So we already discussed what is divided difference operator. So using that, we are going to derive Newton's divided difference interpolation formula. Let y is equal to f of x be a function which takes values y0, y1, y2, etc. corresponding to the x values x0, x1, x2, etc. So we can choose an interpolating polynomial which interpolates the x values in the following convenient form, that is y is equal to f of x. അപ്പോൾ നമ്മൾ ഒരു assume ചെയ്യുകയാണ് ഒരു പോളിനോമിയൽ, ഇങ്ങനെ ഒരു പോളിനോമിയൽ ആണെന്ന് assume ചെയ്യണം. അപ്പോൾ അതിൻ്റെ അകത്ത് unknown constants നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. So y is equal to f of x which is equal to, ഇപ്പോൾ ഇത് നമ്മൾ assume ചെയ്യാൻ പോകണം, let this y be equal to a0 plus a1 into x minus x0 plus a2 into x minus x0 into x minus x1 plus a3 into x minus x0 into x minus x1 into x minus x2 plus etc. ഇപ്പോൾ അടുത്ത തന്നെ a4 into x minus x0 into x minus x1 into x minus x2 into x minus x3 വരും. ഇങ്ങനെ അപ് ടു ഒരു n ടേംസ് ഉണ്ട്, n+1 ടേംസ് ഉണ്ട്. അപ്പോൾ an അവസാനത്തെ an എന്നാണ് വിളിക്കാം. So that is x minus x0 into x minus x1 into അങ്ങനെ x minus xn minus 1 വരെയുള്ള ടേംസ്. ഇങ്ങനെ ഒരു പോളിനോമിയൽ അസ്യൂം ചെയ്യാണ്. വേർ ദീസ് a0, a1, a2 അങ്ങനെ, അതായത് ഇൻ ജനറൽ ak എന്ന് വിളിക്കാം. where k is from 0, 1, 2, 3 etc. up to n. So these are the coefficients, unknown coefficients. അപ്പോൾ നമുക്ക് ഈ coefficients കണ്ടുപിടിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഈ പോളിനോമിയൽ satisfies this equation y is equal to f of x. That is, we can interpolate for these x values using this polynomial. ഇത് നമ്മൾ അസ്യൂം ചെയ്തതാണ് ഇങ്ങനൊരു പോളിനോമിയൽ. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ak, ഈ കോഎഫിഷ്യൻസ് ഏതാണെന്ന് കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിച്ചാൽ നമുക്ക് പറയാം ഈ പോളിനോമിയൽ നമുക്ക് ഇന്റർപോളേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പം ഓരോന്ന് a0, a1, a2 അങ്ങനെ എല്ലാം കണ്ടുപിടിക്കണം. നമുക്ക് a0 എളുപ്പം കണ്ടുപിടിക്കാം. അറ്റ് x is equal to x0 എന്തായിരിക്കും? അറ്റ് x is equal to x0, y is equal to y0 ആണല്ലോ. സോ f of x0 അല്ലെ y0 എന്ന് പറയാമല്ലോ. y0 is equal to എന്ത് വരും? ഈ പോളിനോമിയലിൻ്റെ അകത്ത് എക്സിന് x0 ഇട്ട് കൊടുത്താൽ എന്ത് പറ്റും? നോക്കിയാൽ a0 എന്ന ടേം അതുപോലെ തന്നെ നിൽക്കും. അടുത്ത പ്ലസ് a1 ഇൻറ്റു ഇവിടെ എക്സിന് വരെ x0 ഇട്ടു, x0 മൈനസ് x0 അങ്ങനെ നോക്കി x മൈനസ് x0 എന്ന ടേം എല്ലാ ആ ഒരു ഫാക്ടർ എല്ലാ ടേമിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അറ്റ് x is equal to x0 ഇത് x മൈനസ് x0 എന്ന ഈ ഒരു ഭാഗം ദാറ്റ് ബിക്കംസ് x0 മൈനസ് x0 which is 0. അപ്പോൾ ഈ 0 എല്ലായിടത്തും വരുമല്ലോ. ഇവിടെ ഉണ്ട് ഈ ടേം, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, അങ്ങനെ എല്ലാ ഇതിൻ്റെ അകത്തും ഈ ഫാക്ടർ ഉള്ളത് കാരണം അറ്റ് x is equal to x0 ഈ ടേംസുകളെല്ലാം 0 ആയി പോകും. ദ ടേം റിമൈനിങ് ഈസ് ഓൺലി a0. സോ അറ്റ് x is equal to x0, അതായത് f of x0 എന്ന് പറയുന്നത് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് y0 എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ദാറ്റ് ഈസ് a0. സിംപ്ലൈസ് നമുക്ക് ആദ്യത്തെ കോഎഫിഷ്യന്റ് കിട്ടി, a0 എന്ന് പറഞ്ഞാൽ y0 തന്നെയാണ്. ഇനി അടുത്ത് കണ്ടുപിടിക്കണം a1. a1 എന്ന് പറയുമ്പോഴത്തേക്കും അറ്റ് x is equal to x1 നമുക്ക് നോക്കാം. അറ്റ് x is equal to x1 നമുക്ക് f of x1 ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. f of x1 എന്ന് പറഞ്ഞാൽ y1 ആണ്. y1 എന്നത് നമ്മുടെ ആ ഇന്റർപോളേറ്റിംഗ് പോളിനോമിയലിൻ്റെ അകത്ത് എക്സിന് വരെ x1 ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം a0 പ്ലസ് a1 ഇൻറ്റു എക്സിന് x1 ഇട്ട് കൊടുക്കുമ്പോൾ x1 മൈനസ് x0 പ്ലസ് a2 ഇൻറ്റു x മൈനസ് x0 എന്ന് പറഞ്ഞാൽ x1 മൈനസ് x0 വരും. പക്ഷെ അടുത്തൊരു ടേം
എക്സ് മൈനസ് എക്സ് വൺ എന്നില്ലേ? സോ അത് ആ ടേം ഉള്ളത് കാരണം അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വൺ ഈ ടേം പോവും. ഇതിൻ്റെ അപ്പുറത്തുള്ള എല്ലാ ടേംസും 0 ആയിപ്പോൾ എവിടം വരെ ഉള്ളു നമുക്ക് ബാക്കിയെല്ലാം 0 ആയിപ്പോൾ. ഇതിൻ്റെ അകത്തുനിന്ന് പക്ഷേ y0 ഐ മീൻ a0 എന്നാൽ നമുക്കറിയാം, ദാറ്റ് ഈസ് y0. അപ്പോൾ നമുക്ക് y0യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. y0 പ്ലസ് a1 ഇൻറ്റു x1 മൈനസ് x0. ഇതിൻ്റെ അകത്തുനിന്ന് a1 എന്ത് കിട്ടും? a1 എന്ന് പറഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് a1 is equal to y1 minus y0 divided by x1 minus x0. What is this operator? We can write this operator as the divided difference. Y of x0 x1 എന്ന് എഴുതാമല്ലോ. divided difference of x0 x1 എന്ന് നമുക്ക് a1 എഴുതാം. അതുപോലെ ഈ a2 ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. a2 കൂടെ കണ്ടുപിടിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ജനറലൈസ് ചെയ്ത് ബാക്കി എഴുതാൻ പറ്റും. a2 കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ at x is equal to x2 ചെയ്യാം. at x is equal to x2. f of x2 എന്ന് പറഞ്ഞാൽ that is y2. y2 എന്ന് പറഞ്ഞാൽ എന്തൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a0 പ്ലസ് a1 ഇൻറ്റു x മൈനസ് x0 അല്ലേ? സോ x2 മൈനസ് x0 പ്ലസ് a2 ഇൻറ്റു x2 മൈനസ് x0 ഇൻറ്റു x2 മൈനസ് x1. പിന്നെ ബാക്കിയെല്ലാം ടേംസ് 0 ആയിപ്പോൾ ഡ്യൂ ടു ദ ഫാക്ടർ x മൈനസ് x2 ബാക്കി എല്ലാത്തിൻ്റെ അകത്തുള്ളത് കൊണ്ട് at x is equal to x2 ബാക്കി ടേംസുകളെല്ലാം 0 ആയിപ്പോൾ. നമുക്കറിയാവുന്ന എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ y2 is equal to a0 എന്ന് പറഞ്ഞാൽ y0 ആണ് പ്ലസ് a1 എന്ന് പറഞ്ഞാൽ y1 minus y0 divided by x1 minus x0. അതാണ് a1. So into x2 minus x0 plus a2 into x2 minus x0 into x2 minus x1. Okay. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് a2 കണ്ടുപിടിക്കണം. a2 ഇതിൻ്റെ അകത്തുനിന്ന് എന്ത് വരും? a2 is nothing but y2 minus y1 so y2 minus y0 sorry y2 minus y0 ആണ്. y2 minus y0 അപ്പുറത്തോട്ട് ഇട്ടു മൈനസ് ഇനി ഈ ടേംസ് എഴുതുവാണ് y1 minus y0 divided by x1 minus x0 into x2 minus x0. ഇത്രയും കാര്യങ്ങൾ ഈ രണ്ട് ടേംസ് ഇപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇട്ടിട്ടുണ്ട്. ഹോൾ ഡിവൈഡഡ് ബൈ x2 minus x0 into x2 minus x1. Okay. ഇനി ഇതിൻ്റെ അത് കുറച്ച് റീഅറേഞ്ച്മെന്റ്സ് നടത്താം. റീഅറേഞ്ച്മെന്റ് നടത്തുമ്പം പിന്നെ ഈ a2 നമുക്ക് ഒന്ന് റീറൈറ്റ് ചെയ്യാം. സോ a2 ക്യാൻ ബി റിട്ടൺ ആസ് y2 മൈനസ് y1. അതായത് ഞാനൊരു y1 പ്ലസ് em മൈനസ് em കൂടെ ചെയ്യാം. ഇതിനകത്ത് y2 മൈനസ് y1 എന്ന് പറയുമ്പോൾ ഒരു കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരു പ്ലസ് y1 കൂടി എഴുതുവാണ്. പ്ലസ് y1 പിന്നെ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് y0 ഉണ്ടായിരുന്നു. സോ മൈനസ് y0. ഇതിൻ്റെ അകത്ത് ഇപ്പം ഇതുവരെ ഇത്ര എഴുതിൻ്റെ അകത്തൊരു തെറ്റ് സംഭവിച്ചു. നമുക്കൊരു മൈനസ് y1 പ്ലസ് y1 കൊണ്ടുവന്നുള്ളൂ. സോ അത് ക്യാൻസൽ ഔട്ട് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുന്നില്ല. ഇതിൻ്റെ അകത്ത് ഞാൻ ഈ ടേമിനെ ഡിവൈഡിങ് ബൈ x1 മൈനസ് x0 എന്ന് എഴുതുവാണ്. അതുപോലെ തന്നെ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. x1 മൈനസ് x0. അപ്പോൾ കുഴപ്പമില്ലല്ലോ. ഈ ഒരു ഇതിനെ മാത്രമേ ഉള്ളൂ.
ഡിവൈഡ് ചെയ്യാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ ബാക്കിയുള്ള നമ്മുടെ ഈ ടേംസ് എഴുതാൻ പോവാം. മൈനസ് ഇത് ഡിവൈഡ് ഡിഫറൻസ് അല്ലേ, അത് ഞാൻ അതുപോലെ തന്നെ എഴുതുവാണ്. y ഓഫ് x0 x1 ഇൻറ്റു x2 മൈനസ് x0. ഇത്രയും കാര്യങ്ങൾ എഴുതി. ഓൾ ഡിവൈഡഡ് ബൈ x2 മൈനസ് x0 ഇൻറ്റു x2 മൈനസ് x1. ഓക്കെ, നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു -y1 +y1 കൊണ്ടുവന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരെണ്ണം x1 മൈനസ് x0 എന്നുള്ളതിനെ ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് എന്ന് പറഞ്ഞാൽ y2 മൈനസ് y1 പ്ലസ് ഇതെന്താ, ദിസ് ഈസ് ഡിവൈഡ് ഡിഫറൻസ് ഓഫ് x0 x1. ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ ചെയ്തത്. സോ ദിസ് ഇൻറ്റു x1 മൈനസ് x0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ y ഡിവൈഡ് ഡിഫറൻസ് ഓഫ് x0 x1 ഇൻറ്റു x2 മൈനസ് x0 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ x2 മൈനസ് x0 ഇൻറ്റു x2 മൈനസ് x1. ഓക്കെ, ശരിയാണല്ലോ. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ ഡിവൈഡ് ഡിഫറൻസ് ഓഫ് x0 x1 കോമൺ വന്നിട്ടുണ്ട് ഈ രണ്ട് ടേംസിൻ്റെ അകത്ത്. അത് ഞാൻ ഒന്ന് കോമൺ ആയിട്ട് എടുക്കുകയാണ്. y2 മൈനസ് y1 പ്ലസ് ഡിവൈഡ് ഡിഫറൻസ് ഓഫ് x0 x1 കോമൺ എടുക്കുകയാണ്. സോ ദാറ്റ് ബിക്കംസ് x1 മൈനസ് x0 മൈനസ് ഓഫ് x2 മൈനസ് x0. x2 പ്ലസ് x0 എന്ന് വരും. ഇത് ഇവിടെ എടുക്കുകയാണല്ലോ. ഇതിൻ്റെ അകത്തുനിന്ന് നോക്കിയേ x0s പോവും. ബാക്കിയുള്ളത് x1 മൈനസ് x2 അല്ലേ. x1 മൈനസ് x2 ഇവിടെ വന്നിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ x1 മൈനസ് x2 ആണ്. എന്നാൽ ഇവിടെ ഒരു x2 മൈനസ് x1 ഉണ്ട്. അപ്പം അത് എനിക്ക് y ഓഫ് x0 x1 ഡിവൈഡ് ഡിഫറൻസ് ഓഫ് x0 x1 ഇൻറ്റു x1 മൈനസ് x2 ഡിവൈഡഡ് ബൈ x2 മൈനസ് x0 ഇൻറ്റു x2 മൈനസ് x1. ഇത് ഇവിടെ വെട്ടി പോകുന്നുണ്ട് ഈ ടേംസ്. ഇവിടെ ഒരു -1 വരും. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് y2 മൈനസ് y1 പ്ലസ് y ഓഫ് x0 x1. ഇവിടെ പ്ലസ് അല്ല, ഈ -1 ഇവിടെ എഴുതുവാണെങ്കിൽ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് -1 ഇവിടെ എഴുതാല്ലേ. സോ ഡിവൈഡിങ് ബൈ x2 മൈനസ് x0. ഓക്കെ, ഇത് ശരിക്കും ഇവിടെ ഒരു കുഴപ്പം വന്നത്, ഇത് ഡിവൈഡ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ വരണമല്ലോ. ഇവിടെ ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്ന് എഴുതിയിരിക്കണം. എന്നാൽ ഇത് രണ്ടിനും കോമൺ ആയിട്ടാണല്ലോ ഈ ഫാക്ടർ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ടേമിന്റെ കോമൺ ഡിവൈഡ് ചെയ്തുകൊണ്ട് x2 മൈനസ് x1 എഴുതി. ഇവിടെ y ഓഫ് x0 മൈനസ് x1 ഇൻറ്റു x1 മൈനസ് x2 ഡിവൈഡ് ബൈ x2 മൈനസ് x1. അപ്പോൾ അത് ഡിവൈഡ് ചെയ്ത് പോയി. ഹോൾ ഡിവൈഡഡ് ബൈ x2 മൈനസ് x0. ഇതെന്താ, ഇത് ഡിവൈഡ് ഡിഫറൻസ് ഓഫ് x1 x2 minus divide difference of x0 x1 divided by x2 minus x0. What is this? This is the second order divided difference of y of x0 x1 x2. ഇതെന്താ നമ്മൾ കണ്ടുപിടിച്ച a2 ആണ് കണ്ടുപിടിച്ചത്. a2 is the second order divided difference of x0 x1 x2. അങ്ങനെയാകുമ്പോഴത്തേക്കും a3 എന്ത് വരും? ഇത് നമുക്ക് ഇങ്ങനെ തന്നെ അസ്യൂം ചെയ്യാം.
third order divided difference of x1, x0, x1, x2, x3 ആയിരിക്കും. n എങ്ങനെ എഴുതാം? y of x0, x1 അങ്ങനെ nth order divided difference of x0, x1, x2 up to xn വരെ. ഇത് നമുക്ക് എളുപ്പത്തിൽ അങ്ങ് എഴുതാവുന്നതാണ്. So the polynomial can be written as, നമ്മൾ പോളിനോമിയൽ അസ്യൂം ചെയ്യുമായിരുന്നു, അതിൻ്റെ അകത്ത് ഈ കോഎഫിഷ്യൻസ് കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് നമുക്കിനി പോളിനോമിയൽ ശരിക്കും എഴുതാൻ പറ്റും. y is equal to f of x is equal to a0 പ്ലസ് അല്ലായിരുന്നു, a0ക്ക് വരും y0 പ്ലസ് a1. a1 പകരം എന്താ? a1 പകരം നമുക്ക് ഫസ്റ്റ് ഡിവൈഡ് ഡിഫറൻസ് ആണ്. സോ എക്സ് മൈനസ് x0 ഇൻറ്റു ഫസ്റ്റ് ഡിവൈഡ് ഡിഫറൻസ് ഓഫ് x0 x1 പ്ലസ് x minus x0 into x minus x1 into second divided difference of x0, x1, x2 plus etc. അങ്ങനെ എന്തോ n plus 1 ടൈം വരും. അപ്പോൾ an വരെ എന്ത് വരും? എന്തോടെ ഡിവൈഡ് ഡിഫറൻസ് ഓഫ് x0, x1 അങ്ങനെ xn വരെ nth ഡിവൈഡ് ഡിഫറൻസ് വരും ഇൻറ്റു എക്സ് മൈനസ് x0 ഇൻറ്റു എക്സ് മൈനസ് x1 ഇൻറ്റു എക്സെട്ര ഇൻറ്റു എക്സ് മൈനസ് xn മൈനസ് 1 വരെ വരും. സോ ദിസ് ഈസ് ദ polynomial y is equal to f of x, and this is the Newton's divide difference interpolation formula. Okay. So divided difference interpolation, divide difference can also be expressed in terms of forward and backward difference operators. അത് എളുപ്പത്തിൽ ചെയ്യാവുന്നേ. ഇത് ഇന്റർപോളേഷൻ ഫോർമുല അത് ഓർത്തിരുന്നോണം. പിന്നെ അത് നമ്മുടെ ഫസ്റ്റ് ഡിവൈഡ് ഡിഫറൻസ് x0 x1 അല്ലേ, that is y1 minus y0 divided by x1 minus x0. ഇതിനെ y1 minus y0 എനിക്ക് ഫോർവേഡ് ഡിഫറൻസ് അനുസരിച്ച് ഡെൽറ്റ y0 എന്ന് എഴുതാമല്ലോ. ഡെൽറ്റ y0 ഡിവൈഡ് ബൈ x1 മൈനസ് x0 എന്ത് വരും? അപ്പം ആ ഡിഫറൻസ് h വരും. അന്ന് സെക്കൻഡ് ഓർഡർ ഡിവൈഡ് ഡിഫറൻസോ y0 x1 x2 എന്ന് പറഞ്ഞാൽ ഫോർമുല അനുസരിച്ച് ദാറ്റ് ഈസ് y of x1 x2 മൈനസ് y of x0 x1 divided by x2 minus x0 ആണല്ലോ. This is y of x1 x2 എന്ത് വരും? ഈ ഒരു ഫോർമുല അനുസരിച്ചാണെങ്കിൽ it is del y1 by h വരും അല്ലേ, മൈനസ് del y0 by h dividing by 2h. So this is del y1 minus del y2 എന്ന് പറഞ്ഞാൽ del square y0 delta square ആണ്, del അല്ല delta square 2 factorial into h square. So in general I can write it as nth divided difference എന്ന് പറഞ്ഞാൽ that is delta raised to n y0 divided by n factorial into h raised to n. ഇതേ രീതിയിൽ നമുക്ക് ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ ചെയ്യാവുന്നതാണ്. സോ y of x0 x1 എന്ന് പറഞ്ഞാൽ y1 മൈനസ് y0 ഡിവൈഡ് ബൈ x1 മൈനസ് x0. ഇതിനെ ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ ചെയ്താൽ ഡെൽ y1 എന്ന് വിളിക്കാൻ പറ്റും. ഡെൽ y1 ഡിവൈഡ് ബൈ h എന്ന് പറയാം. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഡെൽ സ്ക്വയർ y2 എന്ന് വരും divided by 2 factorial square. In general I can write it as y of x0 x1 up to xn എന്ന് പറഞ്ഞാൽ that is del raised to n of yn by n factorial into h raised to n. Okay, so this is divide difference in terms of forward and backward difference operators. നമ്മുടെ ന്യൂട്ടൺസ് ഡിവൈഡ് ഡിഫറൻസ് ഇന്റർപോളേഷൻ ഫോർമുല എന്ന് പറയുന്നത് y is equal to f of x is equal to y0 plus x minus x0 into divide difference of x0 x1 plus x minus x0 into x minus x1 y of y divide difference of x0 x1 x2.
plus etc. plus x minus x0 into x minus x1 into up to x minus xn minus 1 into nth order f difference. This is the interpolation formula.